മലപ്പുറം പള്ളിപ്പുറം എന്ന കൊച്ചു ഗ്രാമത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ സംഭവമാണ് വിഷ്ണുജിത്ത് എന്ന യുവാവിന്റെ തിരോധാനം. കഴിഞ്ഞ 4 ദിവസമായി ബന്ധുക്കളും പ്രതിശ്രുത വധുവും അവനെ കാത്തിരിക്കുന്നുണ്ട്. വിവാഹാഘോഷം നടക്കേണ്ട പള്ളിപ്പുറത്തെ വിഷ്ണുജിത്തിന്റെ വീട്ടിലേക്ക് നിരവധി ആളുകൾ എത്തുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ വല്ലാത്തൊരു നൊമ്പരം. അവൻ എന്താണ് സംഭവിച്ചതെന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല. വിവാഹത്തിനുള്ള സാമ്പത്തികം കണ്ടെത്താൻ പാലക്കാട്ടേക്ക് യാത്ര പോയ യുവാവിന് പിന്നീട് എന്താണ് സംഭവിച്ചത്? പോലീസിന്റെ അന്വേഷണത്തിൽ ആകെ കണ്ടെത്താൻ കഴിഞ്ഞത് പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ വിഷ്ണുജിത്ത് എത്തിയ CCTV ദൃശ്യങ്ങൾ മാത്രമാണ്. മലപ്പുറം പള്ളിപ്പുറം സ്വദേശി വിഷ്ണുജിത്തിന് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. പാലക്കാട് കോയമ്പത്തൂർ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് മലപ്പുറം പോലീസിന്റെ അന്വേഷണം നടക്കുന്നത്. മലപ്പുറം DSP നേതൃത്വത്തിലാണ് അന്വേഷണം. വിഷ്ണുജിത്ത് കഞ്ചിക്കോട് മേഖലയിലാണ് ജോലി ചെയ്തിരുന്നത് എന്നതുകൊണ്ട് ആ ഒരു മേഖലകൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം ഇപ്പോഴും ഊർജിതമായി പുരോഗമിക്കുന്നത്. അതേസമയം 4-ാം തീയതി വിഷ്ണുജിത്ത് പാലക്കാട് KSRTC ബസ് ടെർമിനലിൽ വന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. മൊബൈൽ ഫോൺ ഇയാൾ ഉപയോഗിക്കാത്തതാണ് അന്വേഷണ സംഘത്തെ കുഴക്കുന്നത്. അദ്ദേഹം എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിയാത്തതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. കഞ്ചിക്കോട് മേഖലയിലാണ് അവസാനമായിട്ട് മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ കാണിക്കുന്നത്. അതിനുശേഷം വിഷ്ണുജിത്ത് ഫോൺ ഉപയോഗിച്ചിട്ടില്ല. കല്യാണത്തിന്റെ 4 ദിവസം മുൻപ് പണം കൂടുതൽ കണ്ടെത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് പാലക്കാട് പോയി എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. കല്യാണം ഇന്നലെയായിരുന്നു നിശ്ചയിച്ചിരുന്നത്. ആ ദിവസവും കടന്നുപോയിരിക്കുന്നു. പക്ഷേ വിഷ്ണുജിത്ത് എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി എന്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി കാരണം ആൾ മാറി നിൽക്കുന്നതാണോ അതോ മറ്റെന്തെങ്കിലും ദുരൂഹതകൾ ഇതിലുണ്ടോ എന്നുള്ളതിൽ ആശങ്കയിലാണ് ഇപ്പോൾ കുടുംബമുള്ളത്. എന്നറിഞ്ഞും പോലീസിന്റെ അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുകയാണ്. വിഷ്ണുജിത്തിനെ ഏറെ വൈകാതെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് അന്വേഷണ സംഘം പങ്കുവയ്ക്കുന്നത്. മലപ്പുറത്ത് നിന്നും CB അനുമോദ്, ന്യൂസ് 18.